വർക്ക് ചെയ്യുന്നത് കുതിരവട്ടം മാനസികാവകാശമന്ത്രിയാണ്. അവിടെ നിങ്ങളൊന്ന് വന്ന് കാണണം അവിടുത്തെ സിറ്റുവേഷൻ. അവിടെ 470ഓളം ആൾക്കാർ അവിടെ IPL കിടക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു 200ഓളം ആൾക്കാർ സെല്ലുകളിൽ കിടക്കണം. ഈ സെല്ലുകളിൽ കിടക്കുന്ന ആൾക്കാരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. പലരും ഉടുതുണിയില്ലാതെ അവിടെ തന്നെ മലമൂത്ര വിസർജനം. കാരണം അവരുടെ ബുദ്ധിമാന്യം വന്ന കുറേ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ദൈവത്തിനോട് കൃതജ്ഞത ഉള്ളവരായിരിക്കണം. നമ്മൾ ഇന്ന് ഇതുപോലെയുള്ള ഒരു അസുഖമൊന്നും ഇല്ലാത്ത ഒരാളായിട്ട് ഇതുപോലെ ആർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിൽ പല ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പഠനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആൾക്കാർ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഏകദേശം നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ അവർ ജീവിതത്തിൽ എന്ത് നേടി, അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ സന്തോഷം, ആരാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയത്, ആരാണ് ജീവിതത്തിൽ ഉയർന്ന തലത്തിലേക്ക് എത്തിയത്, അന്ന് പഠിച്ച ആൾക്കാരും ഇന്ന് അവരുടെ നില എങ്ങനെയാണ്, ഇന്ന് അവർ ആരൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വലിയൊരു സ്റ്റഡി, ഹാർവാർഡ് സ്റ്റഡി ഓഫ് അഡൽട്ട് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് എന്നാണ് അതിൻ്റെ പേര്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ ഫൈൻഡിങ്സ്, അതിൻ്റെ കണ്ടെത്തലുകൾ വളരെ വിചിത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിൽ പറയുന്നത് മനുഷ്യരെ ഏറ്റവും സന്തോഷം തരുന്നത് നമ്മൾ വിചാരിക്കും വലിയ പദവിയിലെത്തുമ്പോഴാണ്, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക നേട്ടം കിട്ടിയ ആൾക്കാരാണ് ഏറ്റവും വലിയ സന്തോഷവാന്മാരാണ്, അല്ലെങ്കിൽ വലിയ പ്രൊഫസർമാരെ, വലിയ നോബൽ സമ്മാനം കിട്ടിയ ആൾക്കാരുണ്ട്. അതിൽ അമേരിക്കയുടെ പ്രസിഡന്റായ ആൾ വരുന്നുണ്ട്, റിച്ചാർഡ് നിക്സൺ അടക്കമുള്ള, റോബർട്ട് എഫ് കെന്നഡി, ഇവരൊക്കെ അവിടെ പഠിച്ച ആൾക്കാരുണ്ട്. അതേപോലെ നോബൽ സമ്മാനം നേടിയ ആൾക്കാരുണ്ട്, വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസർമാരായ ആൾക്കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, പിന്നെ അതേപോലെ തന്നെ കോളേജിലെ പ്രൊഫസർമാർ, അങ്ങനെ നിരവധി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഇവര് അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് പഠിച്ചു. പക്ഷെ അവരെയൊക്കെ ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് അതിന്റെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ജീവിത വിജയം നേടിയത്, അതിൽ 2 കാര്യങ്ങളിൽ ആണ് സന്തോഷം, അതായത് ജീവിത വിജയം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ നേടിയ ആൾക്കാരാണ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആരാണോ ഏറ്റവും കൂടുതൽ ആൾക്കാരുമായിട്ട് സൗഹൃദ ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് അവരാണ് അത്രയും ജീവിതത്തിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുണ്ടായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാണോ അവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്, സ്വന്തം ആരോഗ്യം ആരാണോ കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്, രോഗങ്ങൾ വന്നാലും അത് കൃത്യമായിട്ട് ചെക്കപ്പ് ചെയ്ത് അതിന് മരുന്ന് കഴിച്ച് അത് കൃത്യമായി പിന്തുടരുന്ന ആൾക്കാരും, അതുപോലെ തന്നെ നിരവധി സൗഹൃദങ്ങളുള്ള കൂട്ടായ്മകളിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ, നിരവധി ബന്ധങ്ങളുള്ള ആൾക്കാർ, നിരവധി ഫ്രണ്ട്സുകളുള്ളത്, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന സുഹൃത്തുക്കളുള്ള ആൾക്കാരുമാണ് അത്ര ഏറ്റവും ഉയർന്ന, അതായത് ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരായിട്ട് പറയുന്നത്. അതിലെവിടെയും പണം പറയുന്നില്ല. സാമ്പത്തികമായിട്ട് എത്രയോ ഉയർന്ന ആൾക്കാരുണ്ട്, അവരൊന്നും പക്ഷെ ജീവിതത്തിൽ അവർക്ക് സന്തോഷം കിട്ടിയിട്ടില്ല. അതുപോലെ ഭയങ്കര ഉയർന്ന പദവിയിലെത്തിയ ആൾക്കാരുണ്ട്, അവർക്കും സന്തോഷം കിട്ടിയിട്ടില്ല. അതേപോലെ വളരെ വേറെ പല മേഖലകളിലും കലാപരമായും മറ്റും മുന്നോട്ട് വന്ന ആൾക്കാരുണ്ട്, വളരെ പക്ഷെ ജീവിതത്തിൽ വിജയവും സന്തോഷം വന്ന് നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് നല്ല ബന്ധം, അയൽവാസികളുമായിട്ട് നല്ല ബന്ധം, കൂട്ടായ്മകളിലുള്ള നല്ല ബന്ധങ്ങൾ, നമുക്ക് കുറേ ഫ്രണ്ട്സ്, നല്ല കുറേ കൂട്ടുകാര്, നല്ല കുറേ ബന്ധങ്ങളുള്ള ആൾക്കാരാണ് അത്ര ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സന്തോഷിച്ചതും വിജയിച്ചതും. അതേപോലെ ആരോഗ്യം കാര്യം സൂക്ഷിച്ചത്. ഇത് ശരിക്ക് ഒരു ഞെട്ടിപ്പിക്കുന്ന, അതായത് ഒരു വളരെ സാധാരണ നിലയിൽ നമ്മളെല്ലാവരും പഠിക്കുമ്പോൾ നമ്മുടെയൊക്കെ ആ ഒരു 20-30 വയസ്സുകളിൽ നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ വലിയ വീട്, വലിയ കാറ്, വലിയ വളരെയധികം അങ്ങനെയുള്ള ചിന്തകളാണ് നമുക്കുണ്ടായിരുന്നത്. വളരെ ഒരു ധാരാളം സ്വത്ത് സമ്പാദിക്കണം, അല്ലെങ്കിൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ വലിയ പൊസിഷനിൽ വല്ല പ്രൊഫസറായിരിക്കും, വേറെ എന്തെങ്കിലും വലിയ വലിയ പോസ്റ്റുകളിൽ എത്തണം, ഇങ്ങനെയുള്ള ചിന്ത. പക്ഷേ അവരൊക്കെ തന്നെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അവരാരും തന്നെ സന്തോഷവാന്മാരായിരുന്നില്ല. അതേസമയം അന്നും ഇന്നും ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച ആൾക്കാർ, നിരവധി ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദ ബന്ധം സൂക്ഷിച്ച ആൾക്കാരും അവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിച്ച ആൾക്കാരുമാണ് വളരെ സന്തോഷവാന്മാരായി കാണപ്പെടുന്നത്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഈ പ്രായത്തിലും ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. നമ്മൾ ഇവിടെ മാസത്തിൽ ഒരിക്കലെങ്കിലൊക്കെ വരുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ കൂട്ടായ്മകളിൽ നമ്മുടെ മാനസികാരോഗ്യത്തിനെയും സന്തോഷത്തെയും നമ്മുടെ ജീവിതത്തിലെ സംതൃപ്തിയും കൂട്ടുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. പിന്നെ നമ്മുടെ ആഫ്രിക്കയിലെ മുമ്പ് ഒരു നരവംശ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം യൂറോപ്പിലെ ഫ്രാൻസിൽ നിന്നും ഇവിടുന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്നും വന്നൊരു നരവംശ ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹം വിവിധ തരത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവം ഒരു ഗവേഷണ വിഷയമാക്കിയെടുത്താണ്. അദ്ദേഹം അങ്ങനെ ആഫ്രിക്കയിൽ വളരെ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യം സോമാലിയയുടെ ഒരു ഉൾപ്രദേശങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയാണ്. അവിടെയുള്ള ആൾക്കാരുടെ സ്വഭാവ വിശേഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പഠന വിഷയം. അദ്ദേഹം അങ്ങനെ നടക്കുമ്പോൾ ഒരു ഒഴിഞ്ഞൊരു പ്രദേശം, മരുഭൂമി പോലത്തെ ഒരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം വിചാരിച്ചു ഇവർക്ക് ഒരു പരീക്ഷണം നടത്താം, ഇവരുടെ എന്താണ് ഇവരുടെ മാനസികത്വം എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുറച്ച് സമ്മാനങ്ങൾ വാങ്ങിച്ചു. നിറയെ മിഠായികളുള്ള കുറേ മിഠായികൾ, കുറേ സമ്മാനങ്ങളൊക്കെ. എന്നിട്ട് അദ്ദേഹം ആ കുട്ടികളെയൊക്കെ, അവരൊരു സ്വാഹിലി ഭാഷ, പ്രത്യേക ഭാഷയിലാണ്, അദ്ദേഹത്തിന് ആ ഭാഷ അറിയാം. അദ്ദേഹം ആ കുട്ടികൾ, ഒരു 8-10 കുട്ടികളുണ്ട്, കുട്ടികളെല്ലാവരെയും അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം സംഘടിപ്പിക്കുകയാണ്. ഈ മത്സരത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടം, ഒരു 100 മീറ്റർ ഓട്ടം. ഈ മരം മുതൽ ആ വേറൊരു മരം നിൽക്കുന്നുണ്ട്, ഇവിടേക്ക് ഞങ്ങൾ ഓടി വരണം. ഇതിൽ ഏറ്റവും ആദ്യം ഓടി വരുന്ന ആൾക്ക് ഈ സമ്മാനം മുഴുവൻ ഞാൻ തരുന്നതാണ്. സ്വാഭാവികമായിട്ടും 8 കുട്ടികൾ അവർ റെഡി, ഞങ്ങൾ അവരിങ്ങനെ ഭയങ്കര ഉഷാറായിട്ട് ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞിട്ട് കുട്ടികളെല്ലാവരും ഒരുമിച്ച് നിർത്തി. അതിനുശേഷം അദ്ദേഹം 1, 2, 3 എന്ന് പറഞ്ഞു കുട്ടികൾ ഒന്നിച്ച് ഓടിക്കഴിഞ്ഞ് പകുതിയായപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തി. ഈ കുട്ടികൾ 8 കുട്ടികളും കൂടി ഒന്നിച്ച് കൈ പിടിച്ചോണ്ട് ഒന്നിച്ചോടി ആ സ്ഥലത്ത് വന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ മിഠായി, ആ സമ്മാന പൊതികളെല്ലാം തുറന്ന് അവരെല്ലാവരും കൂടി അത് വിഭജിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവര് അത് ഒന്നിച്ച് കഴിച്ചിട്ട് അവര് ഭയങ്കര ആർത്തു വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഇവരുടെ ഈ സ്വഭാവം ഒരു വിചിത്രമായി തോന്നി. അദ്ദേഹം വരുന്ന നാട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കോമ്പറ്റീഷൻ നടക്കുന്ന നാടാണ്. എൻട്രൻസിന്റെ പരീക്ഷകളിലും എല്ലാവരും എങ്ങനെയെങ്കിലും ഒരു മാർക്ക് കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും പരസ്പരമായ ഭയങ്കരമായ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്ത് നിന്ന് വന്ന ഒരാൾക്ക് ഈ കാഴ്ച വളരെ ആശ്ചര്യം തോന്നി. അദ്ദേഹം അവരെ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പൊ അവരെല്ലാവരും കൂടി ഉബുണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞു. ഉബുണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അദ്ദേഹം ഈ വാക്കിന്റെ അർത്ഥം മുതിർന്ന ആ സംഘത്തിലെ, അപ്പൊ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു, ഉബുണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും ചുറ്റിലും ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ആയത്. ഞാൻ ഇങ്ങനെ ആയത് നിങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ടാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഉയരത്തിലും എവിടേക്ക് എത്താൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഒരു വ്യക്തി, ഒരാളുണ്ടാവുള്ളൂ. ആ ഒരു പ്രിൻസിപ്പൾ അതാണ് നമുക്ക് ചുറ്റുമുള്ള. കാരണം നമ്മൾ വിചാരിക്കും, ചിലർ പറയാറുണ്ട് ഞാനൊരു സെൽഫ് മെയ്ഡ് പേഴ്സൺ ആണ്, എന്നെ പറ്റി. ഒരിക്കലുമല്ല. നമ്മൾ ഏത് ഇതിലൊക്കെ ആണെങ്കിലും നമ്മളെ സഹായിച്ച നിരവധി ആൾക്കാരുണ്ടാവും. നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും. അവരുടെ എല്ലാം സഹായം കിട്ടിയതുകൊണ്ടാണ്. അപ്പൊ തിരിച്ച് ആ ഒരു സഹായം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഉബുണ്ടു എന്ന വാക്കിന്റെ അർത്ഥം നമ്മളെ എന്താണോ ആയിരിക്കുന്നത് അതിന് കാരണക്കാരായ ആൾക്കാരുണ്ട്. അത് നമ്മുടെ സമൂഹമാണ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാണ്, നമ്മുടെ ഗ്രാമമാണ്, നമ്മുടെ നാടാണ്, നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരാണ്. അവർക്കും കൂടി നമ്മൾ സഹായം കൊടുക്കണം. അവരുടെയും കൂടി സഹായം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഒന്നിച്ചുണ്ടാവുള്ളൂ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, ഉബുണ്ടു എന്ന വാക്ക്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഒരു കൺസെപ്റ്റ്. അല്ലാതെ നമ്മളിങ്ങനെ ഉയർന്ന ഏറ്റവും ലെവലിൽ എത്തുമ്പോൾ നമ്മുടെ താഴെ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ നമ്മളെ സഹായിക്കാനോ നമ്മുടെ വാക്കുകൾ കേൾക്കാനോ ആരും ഉണ്ടാവില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ആരോഗ്യത്തിന്, മാനസികാരോഗ്യത്തിന് തടസ്സം ഉണ്ടാക്കുന്നത്, ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഏകാന്തതയാണ്, സോളിറ്റ്യൂഡ്. അത് ഏകാന്തതയാണ് ഇന്ന് ഏറ്റവും വലിയ സൈലന്റ് കില്ലർ ഓഫ് മെന്റൽ ഹെൽത്ത് എന്നാണ് പറയുന്നത്. ആ ഏകാന്തത ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമ്മൾ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങള് മറ്റേ സ്കൂളുകളിലും
അതുപോലെ തന്നെ പല സ്ഥലത്തും നമ്മൾ എന്താ പറയലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 5 തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയുന്നത്. 5 തരത്തിലുള്ള ബന്ധങ്ങൾ. ഒന്ന്, ഞങ്ങൾ കുട്ടികളോട് തന്നെ പറയാം, 5 തരത്തിലുള്ള ബന്ധങ്ങൾ. ഒന്ന്, നിങ്ങളുടെ കുടുംബക്കാരുമായിട്ട് നിങ്ങൾ അടുത്ത ബന്ധം സ്ഥാപിക്കണം. കുടുംബത്തിലെ നമ്മുടെ സഹോദരന്മാരെ, സഹോദരിമാരെ, മാതാപിതാക്കള്, ഇവരുമായിട്ടുള്ള ഒരു ബന്ധം നമ്മളെപ്പോഴും നല്ല രീതിയിൽ വേണം. 2, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്ന പ്രദേശങ്ങളിലെ റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മകളിൽ അവിടെ ഒരു സുഹൃത്ത് വലയം നമുക്ക് വേണം. പിന്നെ നിങ്ങൾ ഏത് ഫീൽഡിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അത് ഏത് ഫീൽഡോ, ബിസിനസ് ആവാം, സാധാരണ ജോലിയാവാം, എന്തും ആവാം, ആ ജോലിയിലുള്ള അതേ ആൾക്കാരെ അവിടെ ഒരു കൂട്ടായ്മ, അവിടെ ഒരു സുഹൃത്ത് വലയം സ്ഥാപിക്കണം. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 8, 9, 10 ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ UP സ്കൂളിൽ അന്ന് പഠിച്ച സുഹൃത്തുക്കളെ. കാരണം ഇന്ന് നിങ്ങൾ ചിലപ്പോ ഏത് പ്രൊഫഷനിലും ആവാം, പക്ഷെ നമ്മളൊന്നും ആ പ്രൊഫഷനിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയ ആൾക്കാരെ ഒരു പക്ഷെ നമ്മളെ SLCക്ക് ഒപ്പം പഠിച്ച ആൾക്കാരായിരിക്കും, 5, 6, 7 ഒപ്പം പഠിച്ച ആൾക്കാരായിരിക്കും. അവരുമായിട്ടുള്ള അതിൽ നമുക്ക് പറ്റുന്ന ആൾക്കാരുമായിട്ടുള്ള കൂട്ടായ്മ. ഇതില് കൂടുതൽ ആൾക്കാരുമായിട്ടുള്ള സുഹൃത്തുക്കളെക്കാളും ക്വാളിറ്റി ആണ് ഏറ്റവും പ്രധാനം. നമുക്ക് എല്ലാ കാര്യങ്ങളും, നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന സുഹൃത്ത് ബന്ധങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഏതൊക്കെ, ഒന്ന് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളെ, 2 നമ്മുടെ അയൽവാസികളെ, 3 നിങ്ങള് പണ്ട് പഠിച്ച സ്കൂളുകളിലെ ഇത്, 4 നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ, ഇങ്ങനെയുള്ള നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഭാഗത്തുള്ള 5 നമ്മുടെ ഏകദേശം നമ്മുടെ സമപ്രായം, നമ്മൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള, നമ്മൾ ഏതാണ് ഫീൽഡ്, ആ തരത്തിലുള്ള 5 തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മളെപ്പോഴും ഉണ്ടാക്കി വെക്കണം. ഇതിനെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് എവിടെയെങ്കിലും ഒരു പാളിച്ച, നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ട്രെസ് വരുമ്പോൾ, നമുക്കൊരു പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരു കൈത്താങ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബന്ധങ്ങളും വരുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഈ പ്രായത്തിൽ ഒരു പക്ഷേ ഞങ്ങളെ ഒരു എറിക് എറിക്സൺ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു മനുഷ്യന്റെ ഒരു ശൈശവം മുതൽ മരണം വരെയുള്ള മനുഷ്യന്റെ കാലഘട്ടങ്ങളെ 8 കാലഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്. ചെറിയ പ്രായം മുതൽ അതില് നമ്മളെ ഒരു മിഡ് ലൈഫ്, ഏകദേശം നമ്മുടെയൊക്കെ പ്രായത്തിൽ നമുക്കൊരു ക്രൈസിസ് വരാൻ സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മിഡ് ലൈഫ് ക്രൈസിസ്. കാരണം ഈ സമയത്ത് പല വ്യക്തികളും ചിലപ്പോ നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്ത് അറിയാം, നമുക്ക് സോഷ്യൽ മീഡിയയിൽ പലവിധ ഇത് കാണും. അപ്പോൾ ഒരു പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പലപ്പോഴും ചില ആൾക്കാർ ഈ ഫേസ്ബുക്കിലും മറ്റേലൊക്കെ അവർ യൂറോപ്യൻ ടൂർ നടത്തുന്നതും വലിയ വലിയ കാറിൽ പോകുന്നതും വലിയ ആഡംബരത്തിൽ അവർ വളരെ ഹാപ്പിയായി നടക്കുന്നതും അവർ വളരെ സാമ്പത്തികമായിട്ട് ഉയർന്നു നടക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ, ഞാൻ എൻ്റെ ജീവിതം വ്യർത്ഥ, എൻ്റെ ജീവിതം അയാളായിട്ട് കമ്പയർ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്, അയാൾ 4 ലെവലിലെത്തി, ഇന്ന് ഞാൻ ഈ ഒരു ഇതിലാണല്ലോ, എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളാണല്ലോ, എനിക്ക് കുറേ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ചിന്തകൾ, വ്യാകുലതകൾ നമ്മളെ അലട്ടാൻ സാധ്യതയുണ്ട് മിഡ് ലൈഫിൽ. അതേപോലെ തന്നെ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ അറിയാം, സ്ത്രീകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം മെനോപോസിന് മുമ്പ് വരെ അവരെ സംബന്ധിച്ച് ഈ ഹോർമോണൽ പ്രൊട്ടക്ഷൻ കിട്ടും. ഹാർട്ട് അറ്റാക്ക്, പലവിധ അസുഖങ്ങളും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഈ മെൻസ്ട്രൽ സൈക്കിളിൽ ഉണ്ടാവുന്ന ഹോർമോണൽ, അതൊരു ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ആ ഒരു മെൻസസ് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഹാർട്ട് അറ്റാക്കും ബാക്കിയുള്ള അസുഖങ്ങളും കുറേ പ്രശ്നങ്ങൾ. അതേപോലെ പുരുഷന്മാർക്കൊക്കെ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഈ പ്രായമാകുമ്പോൾ ചിലപ്പോൾ പ്രഷറിന്റെ, പ്രമേഹത്തിന്റെ, സ്ട്രോക്ക്, അതേപോലെയുള്ള വേറെ ഓസ്റ്റിയോആർത്രൈറ്റിസ്, കാലിന്റെ മുട്ടുവേദന, അങ്ങനെയുള്ള കുറേ ശാരീരിക അസ്വസ്ഥതകളും എല്ലാം നമ്മളെ വേട്ടയാടുന്നു. ആ സമയങ്ങളിൽ നമുക്കൊരു മനസ്സിന് പ്രയാസവും ഇതാണ്. അപ്പൊ ഇദ്ദേഹം ആ സമയത്തെ കാലഘട്ടത്തിനെ പറയുന്നത് ഒരു ഇംഗ്ലീഷ് വാക്കാണ്, അത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്ന് പറയും. ജനറേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ സ്റ്റാഗ്നേഷൻ എന്ന് പറയും. നമ്മളിങ്ങനെ ഒരേ മാതിരിത്തെ ലൈഫ്, അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരു മടിപ്പ് തോന്നും ആ സമയത്ത്.
ഒരു 50, 60, 65 ആ ഒരു 55 വയസ്സോടെ കഴിയുമ്പോഴേക്ക് ഒരേപോലത്തെ ജീവിതം നടക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ ഒരു വിരസത തോന്നും, ഒരു മടുപ്പ് തോന്നും. ഒരേ ജോലി, ഒരേ ഇത്, നമ്മളിങ്ങനെ അങ്ങനെ ഒരു അതിനാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. അത് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ബോധപൂർവം ചെയ്യണം എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ഈ ജനറേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറയെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങളെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്, ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത മേഖലയിലേക്ക് ആയിരിക്കും പലരും ചെന്ന് ചാടിക്കണ്ടാവുക. ഇപ്പൊ നമ്മളെ 20-ലും 30-ലും നമ്മൾ പ്രതീക്ഷിച്ച മേഖലയായിരിക്കില്ല നിങ്ങൾ ജോലി സ്ഥലത്ത് വരിക, ചിലപ്പോൾ വേറെ ഏതെങ്കിലും മേഖലയിലായിരിക്കും. അതേസമയം നിങ്ങൾക്ക് കലാപരമായ എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് പരിപോഷിപ്പിക്കാനോ അത് പുഷ്ടിപ്പെടുത്താനോ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല ജീവിതത്തിന്റെ തിരക്കിൽ. അതൊക്കെ ഒരു 55 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും, അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട്. ഇദ്ദേഹം എത്ര വളരെ നന്നായി പാടി ആ കണ്ട വെച്ച കോട്ട എന്ന് പറയുന്നത്. സാറിന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹം കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പ്രായത്തില് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്ക് അതൊരു പാട്ടായിരിക്കാം, പാട്ടിന്റെ ചിലപ്പോൾ ആസ്വാദനമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് ഡാൻസ് ഒക്കെ പഠിക്കുന്ന, സംഗീതം മ്യൂസിക് പഠിക്കുന്ന ആൾക്കാരുണ്ട്, വേറെ എന്തൊക്കെയോ ചില ഭാഷകൾ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ യാത്ര, നിങ്ങൾ വളരെ ദൂരത്തേക്ക്, വളരെ ഇന്ത്യ വേറെ വിദേശ രാജ്യം, നമുക്ക് നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് എവിടെയെങ്കിലും കുറച്ച് ദൂരം ഒരു യാത്രയ്ക്ക് പോവുക, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മനസ്സുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരുടെ കുറച്ച് സമയം കണ്ടെത്തുക, അവരുടെ ഒപ്പം കുറച്ച് സമയം ചെലവഴിക്കുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് സമയങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ പുസ്തകങ്ങൾ വായിക്കാൻ, ഏറ്റവും നല്ല നല്ല പുസ്തകങ്ങൾ ധാരാളമുണ്ട്, പഴയ ക്ലാസിക് നോവലുകളുണ്ട്, അങ്ങനെയൊക്കെ വായിക്കാൻ പറ്റുന്നത്, അങ്ങനെ അതിനുവേണ്ടി സമയം കണ്ടെത്തുക. ഇതുവരെ നിങ്ങൾ ജീവിച്ചു, നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും വേണ്ടിച്ചു. ഇനി നിങ്ങൾ കുറച്ച് സമയം, അത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമ്മുടെ മനസ്സിന്റെ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തും. അത് ചിലപ്പോൾ ഒരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു ഇതിലുള്ളൊരു റീല് കാണലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഇഷ്ടപ്പെട്ട ഒരു ഫിലിം കാണലായിരിക്കാം, അല്ലെങ്കിൽ വായിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൊപ്പം ഒന്ന് നടക്കാൻ പോകലായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ അവരോട് സംസാരിക്കലായിരിക്കും, വേറൊരാളെ പോയി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട നമുക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ ഈ പ്രായത്തിലുള്ള ആൾക്കാർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വ്യായാമത്തിൽ ഏറ്റവും പ്രധാനമാണ് ഈ പ്രായത്തിൽ. അത് എല്ലാ പ്രായക്കാർക്കും ഏറ്റവും ചെയ്യണം. വ്യായാമം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഈ വ്യായാമം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഈ പ്രായത്തിലൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഹാർട്ടിന് ചിലപ്പോൾ ഒരു ചെറിയ പ്രയാസം വന്ന ആൾക്കാരായിരിക്കും, പ്രമേഹം വന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ പ്രഷറിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം? അങ്ങനെയുള്ള നാളെ തന്നെ പോയിട്ട് ഓടാനൊന്നും പാടില്ല, ഓടുക ഒന്നിച്ചു പോയി, അതല്ല, പതുക്കെ നടക്കാൻ തുടങ്ങുക. നടത്തം ഏറ്റവും നല്ലൊരു വ്യായാമമാണ്, നടത്തം. പിന്നെ നീന്തൽ അറിയാവുന്ന സ്വിമ്മിങ് ഏറ്റവും നല്ല വ്യായാമമാണ്. പിന്നെ അതുമല്ല, പിന്നെ വേറെന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇനി ചിലർ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നുണ്ടാവും, ചെറിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ചെറിയ തോതിലുള്ള എന്തെങ്കിലും ചില പരിപാടികൾ, അങ്ങനെ നമ്മുടെ ശരീരത്തിനും ഒരു ചെറിയ വേർപ്പുണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുക. കുറച്ച് സമയം നമ്മുടെ ശരീരത്തിൽ ഒരു സൂര്യപ്രകാശം വരുത്തണം. കാരണം ഇന്ന് മിക്ക ആൾക്കാർക്കും, ഞങ്ങളുടെയൊക്കെ തലമുറയിൽ, ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ നോക്കുമ്പോൾ എല്ലാവർക്കും വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവായിട്ടാണ്. ഇപ്പൊ എല്ലാവരും തന്നെ വെളിച്ചം കൊള്ളുന്നതൊക്കെ ഇൻഡോർ ഇതിലാണ് കിടക്കുന്നത്, അധികം ലൈറ്റ് കൊള്ളുന്നത്, എല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഒരു ചെറിയ ദൂരത്തിന് പോലും ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാത്ത കാരണം സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഏക വിറ്റാമിനാണ് വൈറ്റമിൻ ഡി. അപ്പൊ അതിന്റെ അളവ് കുറഞ്ഞിട്ട് അതെപ്പോഴും ഒരു ക്ഷീണിച്ച അവസ്ഥയും ഒരു എല്ലുകൾക്ക് ബലമില്ലാത്ത അവസ്ഥയും അങ്ങനെയൊക്കെ വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും പരിധിയിൽ നിൽക്കുക, നടക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടിയിലേക്ക് നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഏർപ്പെടണം. പിന്നെ നമ്മൾക്ക് വേറൊരു ഞങ്ങൾ പറയുന്ന ഇപ്പോഴും ഒരു ശ്രദ്ധാപൂർണത എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് നമ്മളൊക്കെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന ചെറിയൊരു കാര്യമാണ്. എന്താ ശ്രദ്ധാപൂർണത ഉണ്ടാകുന്നത്? ഇപ്പോ നമ്മളൊക്കെ ജീവിക്കുന്നത്, ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഭൂത
ഭൂതകാലത്തിലായിരിക്കും, അല്ലെങ്കിൽ ഭാവി, നാളെ എന്തായിരിക്കും, നാളെ ഞാൻ എൻ്റെ ചിന്തകൾ, നാളെ ഞാൻ രാവിലെ എണീക്കണം, ഹോസ്പിറ്റലിലേക്ക് പോകണം, അവിടെ OP-യാണ്, ഭയങ്കര തിരക്കായിരിക്കുമല്ലോ, അങ്ങനെയുള്ള ആകുലതകൾ നമ്മളെ വരക്കും. അത് ഓരോ പ്രൊഫഷനിലും, അല്ലെങ്കിൽ ഈ വീട്ടമ്മയാണെങ്കിലും നാളെ രാവിലെ ഇനി മക്കൾക്ക് എന്തൊക്കെ ഉണ്ടാക്കണം, നാളെ എന്താണ് ഉച്ചയ്ക്ക് ചോറുണ്ടാക്കുക, അതിനെന്താണ് കറി വെക്കണം, ഇങ്ങനെയുള്ള ഓരോ ചിന്തകളിൽ മുഴുകിയിട്ട് നമ്മൾ ഈ പ്രസന്റ് മൊമെന്റ്, ഈ നിമിഷത്തെ നമ്മൾ ജീവിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഈ ടിബറ്റിലെ ബുദ്ധ സന്യാസിമാര് ആവിഷ്കരിച്ച ഒരു ഇതാണ് ഈ ശ്രദ്ധാപൂർണത എന്ന് പറയുന്നത്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. എന്താ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിച്ച് കൊണ്ടുവരാം, ഏകാഗ്രമായിട്ട് ഈ പ്രസന്റ് മൊമെന്റ്. അതിലേക്ക് കുറെ ചിന്തകൾ വരും, ആ ചിന്തകളെ നമ്മൾ വേറിട്ട രീതിയിൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യാം എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രസന്റ് മൊമെന്റ്, അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മൾ മൈൻഡ്ഫുൾ വാക്കിംഗ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ചെരുപ്പ് അടിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നടക്കുമ്പോൾ നമ്മളെ ശ്രദ്ധ മുഴുവൻ നമ്മളെ കാല് നമ്മുടെ ഈ നിലത്ത് തൊടുന്നതിൻ്റെ ഇതിലേക്കായിരിക്കണം. അതുപോലെ നടക്കുമ്പോൾ അതിലേക്കുള്ള ശ്രദ്ധ മാത്രം, വേറെ ചിന്തകളിലേക്ക് കൊണ്ടുവരരുത്. അങ്ങനെ അത് മാത്രം നടക്കുക. ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കണം വിചാരിക്കുക, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന്റെ രുചി മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് കഴിക്കുക. അതിലുള്ള ഓരോ വായിലേക്ക് എത്തുന്നതും, ഇപ്പൊ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടി, നിങ്ങൾ ഒരു ഉണക്കമുന്തിരി എടുക്കുക. ഈ ഉണക്കമുന്തിരി ആദ്യം നിങ്ങൾ കൈ കൊണ്ട് പിടിച്ചിട്ട് അതിന്റെ കൺസിസ്റ്റൻസി, അതിന്റെ മാർദ്ദവം, അതിൻ്റെ ഇതൊക്കെ എല്ലാം നോക്കുക. എന്നിട്ട് അത് പതുക്കെ എടുത്തിട്ട് വായിൽ വെച്ചിട്ട് അത് നാവ് കൊണ്ട് ആകെ ഒന്ന് നോക്കി അതിങ്ങനെ അത് ഇതാക്കി, എന്നിട്ട് അതിന്റെ ടേസ്റ്റ് നവുക, പതുക്കെ കഴിക്കുക. അതിന്റെ ടേസ്റ്റ് അറിയുന്നതിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. അതേപോലെ തന്നെയാണ് മൈൻഡ്ഫുൾ ബ്രീത്തിങ്. നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മുടെ ശ്വാസത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ചുറ്റുമുള്ള ഇതിലേക്കുള്ള. പിന്നെ വേറൊന്നുണ്ട്, നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ നമ്മളാരും തന്നെ നമ്മുടെ ചുറ്റുപാടൊന്നും നിരീക്ഷിക്കുന്നു പോലുമില്ല. നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ വേറെ എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങുക, എന്നിട്ട് ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശബ്ദങ്ങൾ കേൾക്കുക, പക്ഷികളുടെ ശബ്ദങ്ങൾ, ചുറ്റുമുള്ള ശബ്ദങ്ങൾ, ചുറ്റുമുള്ള ഈ ചെടികള്, പൂക്കള്, മറ്റെല്ലാതിലേക്കും നമ്മുടെ ശ്രദ്ധ, മനസ്സിനെ അതിലേക്ക് മാത്രം ശ്രദ്ധ, അത് ശരിക്കും ആസ്വദിക്കുക. ഇതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യണം. അത് ദിവസം ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ്, അത് നിങ്ങൾ എത്ര ഒരു അരമണിക്കൂർ വരെ അത് പ്രാക്ടീസ് ചെയ്യണം. ഇത് വളരെയധികം മനസ്സിന് സ്വസ്ഥത തരുന്ന ഒരു കാര്യമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ മൈൻഡ്ഫുൾനെസ് വാക്കിംഗ്, മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ്, മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ്, അതേപോലെ തന്നെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് മാനസികമായിട്ട് ഒരു സൗഖ്യം തരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള, കാരണം നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ വാൻഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു ശ്രദ്ധ ഇങ്ങനെ സൂക്ഷിച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരാണ്. നിങ്ങൾ ഈ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ എൻ്റെ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേപോലെ നമ്മുടെ മനസ്സിനെ കുറച്ച് സമയം നമ്മുടെ പ്രശ്നങ്ങളിൽ, വേറെ ഭാവിയെ പറ്റിയോ വേറെ പ്രശ്നങ്ങളിലേക്കോ ഭൂതകാലത്തിന്റെ നഷ്ടപ്പെട്ട കാര്യങ്ങളെ പറ്റി ഒന്നും ഓർക്കാതെ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്നതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ആ ശ്രദ്ധാപൂർണത നമ്മൾ കുറച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കിയിട്ട് കൊണ്ടുവരണം. ഇതൊക്കെ നമ്മുടെ മനസ്സിന് സ്വസ്ഥത കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, രാത്രി കിടക്കാൻ നേരത്ത് നമ്മളെപ്പോഴും കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിടക്കുമ്പോൾ ഇന്ന് ഞാൻ ചെയ്ത 3 നല്ല കാര്യങ്ങളെ പറ്റിയിട്ട് എപ്പോഴും ഓർക്കുക. നല്ല കാര്യങ്ങളെ പറ്റിയിട്ട്, അത് വലിയ കാര്യങ്ങളല്ല, ചെറിയൊരു നല്ല കാര്യം. ഇന്ന് ഞാൻ നല്ലൊരു പാട്ട് ഇതിൽ കേട്ടു, ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ട് സാറ് പാടിയ ആ കണ്ടം വെച്ച കോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയട്ടെ, അതെനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ ചെറിയ ചില കാര്യങ്ങൾ, ആരെങ്കിലും നമ്മളോട് ഒന്ന് ചിരിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ദൈവത്തിനോട് അല്ലെങ്കിൽ അതിനോട് നന്ദി പറയാ. ഞാൻ ഇന്ന് അതും അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ വർക്ക് ചെയ്യുന്നത് കുതിരവട്ടം മാനസികാവകാശപത്രിയാണ്. അവിടെ നിങ്ങളൊന്ന് വന്ന് കാണണം അവിടുത്തെ സിറ്റുവേഷൻ. അവിടെ 470ഓളം ആൾക്കാർ അവിടെ IPI കിടക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു 200ഓളം ആൾക്കാർ സെല്ലുകളിൽ കിടക്കുന്നു. ഈ സെല്ലുകളിൽ കിടക്കുന്ന ആൾക്കാരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. പലരും ഉടുതുണിയില്ലാതെ അവിടെ തന്നെ മലമൂത്ര വിസർജനം, കാരണം അവരുടെ ബുദ്ധിമാന്യം വന്ന കുറേ ആൾക്കാരാണ്.
അപ്പൊ നമ്മൾ ദൈവത്തിനോട് കൃതജ്ഞത ഉള്ളവരായിരിക്കണം. നമ്മൾ ഇന്ന് ഇതുപോലെയുള്ള ഒരു അസുഖമൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കണം, ഇതുപോലെ ഒരു മാനസിക രോഗം പിടിപെട്ട് പ്രയാസങ്ങൾ ഇല്ലാത്ത ഒരാൾ. ഇന്ന് അഥവാ ഇനി ഒരു മാനസിക രോഗം വന്നാലും നമ്മൾ ബേജാറാവണ്ട, അതും കൃത്യമായിട്ടുള്ള മരുന്ന് കഴിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാനൊരു ഇത് പറഞ്ഞത് മാത്രം, മാനസിക രോഗം എല്ലാ മാനസിക രോഗങ്ങളും ഇങ്ങനെയില്ല, അതിന് വളരെ കുറഞ്ഞ ഈ ഇതുപോലെ ബുദ്ധിമാന്ദ്യം പിടിപെട്ടിട്ട് സിവിയർ ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ വന്ന ആൾക്കാർ മാത്രമാണ് അവിടെ സെല്ലുകളിലൊക്കെ കിടക്കുന്നത്. കാരണം വളരെ ബുദ്ധിമാന്ദ്യം പിടിപെട്ട് പിന്നെ വളരെ സ്വഭാവത്തിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, ഒരിക്കലും വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അങ്ങനെ ഒരു അസുഖമൊന്നും വരാതെ നമ്മൾ ജീവിച്ചതിന് നമ്മൾ ദൈവം അങ്ങനെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു 3 കാര്യത്തിനോട് നമ്മൾ കൃതജ്ഞത ഉള്ളതായിരിക്കും. അതേപോലെ തന്നെ വേണമെങ്കിൽ നമ്മുടെ ബയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. ബയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയുക, നമ്മൾ വേണമെങ്കിൽ നമ്മുടെ പ്രായം ഇപ്പം എത്രയാണെന്ന് വിചാരിക്കുക, ആ പ്രായത്തിനേക്കാൾ ഒരു 15 വയസ്സ് കുറഞ്ഞ പ്രായമാണ് നമുക്കുള്ളത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് കുറച്ച് സമയം മനസ്സിലിങ്ങനെ നമ്മൾ ആ ഒരു ഇപ്പൊ ഒരു 60 വയസ്സാണെങ്കിൽ ഞാൻ 45 വയസ്സുള്ള ഒരാളുടെ ഒരു ഹെൽത്ത്, എൻ്റെ മനസ്സ് അങ്ങനെയാണ്, എൻ്റെ ആരോഗ്യം അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ എങ്ങനെയാക്കും. അപ്പൊ അങ്ങനെ ദിവസങ്ങളെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡും ഏകദേശം അതേപോലെ ഇതിനെ നമ്മൾ ബയോസ്റ്റാറ്റ് മെക്കാനിസം എന്ന് പറയും. അത് അങ്ങനെയുള്ള ഒരു പരിപാടി നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി അഥവാ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർ ഈ ഒരു പ്രായത്തിലാണ് റെഗുലറായിട്ടുള്ള ഒരു ചെക്കപ്പ്, അത് ചിലപ്പോൾ ഷുഗറിൻ്റെ ആയിരിക്കാം, പ്രഷറിൻ്റെ ആയിരിക്കാം, അതുപോലെ തന്നെ തൈറോയിഡ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും ഹാർട്ടിന് അസുഖം കഴിക്കുന്നത്, അത് എത്ര ഇടപെട്ട് ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് 3 മാസത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ റെഗുലറായിട്ട് മാസത്തിലൊരിക്കലെങ്കിലും അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ആ പറഞ്ഞ അളവിലുള്ള മരുന്നുകളൊക്കെ കഴിക്കുക, അങ്ങനെ കൃത്യമായിട്ട് നോക്കുക. പിന്നെ ഏറ്റവും വേണ്ടത് നമ്മുടെ ആഹാരശീലത്തിലാണ്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ആക്ടർ മമ്മൂട്ടി പറഞ്ഞാണ് അതിൽ ഏറ്റവും കൂടുതൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോളൂ, നിങ്ങൾ ഇഷ്ടമുള്ളത് എന്തും നിങ്ങൾ കഴിച്ചോളൂ, ഇഷ്ടമുള്ള അത്ര കഴിക്കരുത്. ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം, പക്ഷെ ഇഷ്ടമുള്ള അത്ര കഴിക്കാൻ പാടില്ല. എന്താണ് ആ വാക്കിന്റെ പൊരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാം ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെല്ലാം കുറച്ചേ കഴിയും, മിതമായ രീതിയിൽ. അത് അരിഭക്ഷണമാണെങ്കിലും ഇലക്കറികളാണ്, എല്ലാ സാധനങ്ങളും ഇറച്ചിയും മീനും എല്ലാം നിങ്ങൾക്ക് കഴിക്കാം. കഴിക്കുമ്പോൾ അതിന് അളവ് കുറച്ച് കഴിക്കാം, ഒരിക്കലും വയറ് നിറച്ച് കഴിക്കുന്ന രീതിയിൽ കഴിക്കരുത്. നമുക്ക് അത് കുറഞ്ഞ അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം. കാരണം ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞ ഇന്ത്യ ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ആരോഗ്യ ഭീഷണി എന്ന് പറയുന്നത് ഒബീസിറ്റിയാണ് എന്ന് പറയുന്നത്. ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ അമിതവണ്ണമുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. കാരണം നമ്മുടെ പുതിയ തലമുറയിൽ പല ആൾക്കാരും നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊക്കെ ഈ വറ്റലൂർ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഈ മക്കരപ്പറമ്പ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. ദിവസം 2.5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 5 കിലോമീറ്റർ ദിവസം നടത്തിയതാണ്. ഇന്നത്തെ തലമുറയിലെ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അവരൊക്കെ തന്നെ എന്താണ്, പിന്നെ അന്നൊക്കെ നമ്മളെ അരപ്പട്ടിനെയും അര വയറൊക്കെ ആയിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ ഇന്ന് എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ഇന്ന് അവരുടെ ഭക്ഷണത്തിന്റെ രീതികളിൽ മാറ്റമുണ്ട്, ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ്. അപ്പൊ അതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന തരത്തിലേക്ക് പല വിധത്തിലുള്ള കുട്ടികൾക്ക് വരെ പ്രമേഹവും പ്രഷറും ഒക്കെ വരുന്ന അവസ്ഥയിലേക്ക് വന്നു. അത് നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ കുട്ടികളെ, പേരക്കുട്ടികളെ, അവർക്കൊക്കെ നമ്മൾ ഈ ഭക്ഷണത്തിന്റെ രീതിയെ പറ്റിയിട്ടും ഈ അമിതമായിട്ടുള്ള ഈ ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഭക്ഷണങ്ങളും അതേപോലെ തന്നെ ഈ ഭക്ഷണത്തിലെ ഈ ഫ്രൂട്ട്സും ഇലക്കറികളൊക്കെ കൂടുന്നതിൻ്റെയൊക്കെ ആവശ്യകതയും നമ്മൾ അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യും. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ഭക്ഷണത്തിന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അമിതവണ്ണം വരാതെയും അധിക ആഹാരാവധിയും കഴിക്കണം. പ്രത്യേകിച്ച് പറയുന്നത് രാത്രിയിലെ ഭക്ഷണം കഴിയുന്നത്ര ലഘുവായ രീതിയിൽ കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം കഴിക്കുക. ഉച്ചയ്ക്ക് ഒരിക്കലും ചോറിൻ്റെ അളവ് കൂടാതെ നോക്കുക. ചോറിന് കഴിക്കുന്ന കറികളൊക്കെ നിങ്ങൾ കൂട്ടിയാലും കുഴപ്പമില്ല, ചോറിൻ്റെ അളവ് കൂടാതെ. കാരണം ഇപ്പോൾ ഇപ്പോഴും നോൺ ആൽക്കോളിക് സ്റ്റേറ്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, അതായത് ഈ ലിവറിന് വീക്കം വരുന്ന അവസ്ഥ പലപ്പോഴും കൂടുതൽ കണ്ട്. ആൽക്കഹോൾ സാധാരണ ലിവറിന് തകരാറ്, സിറോസൊക്കെ വരുന്നത് മദ്യം കഴിക്കുന്ന ആൾക്കാർക്കാണ്. പക്ഷെ ഇപ്പോഴത്തെ ഭക്ഷണ രീതി കൊണ്ട് ചെറുപ്പക്കാരിലും 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലൊക്കെ ഫാറ്റി ലിവറും സിറോസൊക്കെ കൂടുതൽ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം അമിതമായ കാർബോഹൈഡ്രേറ്റിന്റെ ഉപയോഗമാണ്, അതുപോലെ തന്നെ വ്യായാമമില്ലായ്മയാണ്. അപ്പൊ ഇത് രണ്ടും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക്
ഒരിക്കൽ കൂടി അത് പറഞ്ഞു. ആ രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി, നമ്മളെ ഒരു ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കണം. അത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇലക്കറികൾ, വീടിന് ചുറ്റുവട്ടത്ത് കിട്ടുന്ന ഇതും, പിന്നെ അതുപോലെ വില കൂടിയ ആപ്പിളോ അങ്ങനത്തെ കഴിക്കാനല്ല പറയുന്നത്. നമ്മളെപ്പോഴും പേരയ്ക്കോ അങ്ങനെയുള്ള വില കുറവുള്ള അങ്ങനെയുള്ള നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടും നടക്കാൻ ഏറ്റവും പ്രധാനം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമത്തിന് വേണ്ടി ചെലവഴിക്കണം എന്നുള്ളതും, അതേപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും റിമെയിൻ ഐസൊലേറ്റഡ് ആവാതെ റിമെയിൻ കണക്റ്റഡ്, എപ്പോഴും നമ്മൾ സ്റ്റേ കണക്റ്റഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ബന്ധങ്ങൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതിൽ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ഇതുപോലെ മാസത്തിൽ നടക്കുന്ന ഇത്തരം കൂട്ടായ്മകൾ. ഇതിൽ നിങ്ങൾ കഴിയുന്നത്ര പങ്കെടുക്കണം. എപ്പോഴും സമയം കണ്ടെത്തിയിട്ടെങ്കിലും വരണം. ഇവിടെ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ആൾക്കാർ എല്ലാവരെയും കാണും. പല സാഹചര്യങ്ങളിൽ വന്ന ആൾക്കാർ, അവരുമായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് ഒരു ഇത് വരിക, അതൊക്കെ വരുന്നതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതേപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് നമുക്ക് ഒരു സമ്മർദ്ദങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് പോകുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഇപ്പോഴത്തെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, പല അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഇന്ന് ലോകത്തിലും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ മനസ്സിലേക്ക് ബാധിച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പലതരത്തിലുള്ള, ഇപ്പൊ നേരത്തെ അദ്ദേഹം സാറ് പറഞ്ഞു, ഇവിടെ മുമ്പ് ഒരു അമ്പലത്തിന്റെ മുന്നിൽ മുമ്പ് ഇവിടെ കണ്ടം വെച്ച കോട്ട എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ തലമുറയിലുള്ള ആൾക്കാർക്ക് ആലോചിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതൊരു ചില ആൾക്കാർക്കെങ്കിലും ചിലപ്പോൾ അതൊരു പ്രയാസം, ചിലപ്പോൾ അതൊരു ഇഷ്യൂ ഒക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ ആ ഒരു കാലഘട്ടം ഇതൊക്കെ നമ്മുടെ മനസ്സിന് സംഘർഷങ്ങൾ മനസ്സിനുള്ളിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും കൂടി നമ്മൾ പഠിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് അതിൽ ഏറ്റവും പ്രധാനം നമ്മൾക്ക് ഈ ശരിയായ ഭക്ഷണ രീതിയും വ്യായാമവും അതേപോലെ തന്നെ ഈ പലതരത്തിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനും വളരെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും നല്ല ഉറക്കം കിട്ടുന്നത് കുട്ടികൾക്കാണ്, നല്ല ആ ഒരു പ്രായത്തിലാണ്. പിന്നെ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം ഞങ്ങളതിനെ ഫ്രാഗ്മെന്റ്, അത് അങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഉറക്കം ആദ്യം ഒരു ഉറക്കം കിട്ടും, പിന്നെ അതിൻ്റെ ഇടയിൽ എണീക്കും, പിന്നെ വീണ്ടും കുറച്ച് സമയം ഇങ്ങനെ ഉറങ്ങാതെ ഇരിക്കും. അങ്ങനെയുള്ളൊരു ഫ്രാഗ്മെന്റഡ് ഉറക്കമാണ്. അതൊരു നോർമലാണ്, അത് അബ്നോർമലല്ല. പക്ഷേ നമ്മൾ ഒരു ശരിയായതിന് ഒരു 6-7 മണിക്കൂർ ഉറക്കം നമുക്ക് അത്യാവശ്യമാണ്. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും. പിന്നെ മനുഷ്യന് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഒരു ലോങ് സ്ലീപ്പേഴ്സും 2 ഷോർട്ട് സ്ലീപ്പേഴ്സും, 2 ടൈപ്പ്. ചില ആൾക്കാർക്ക് ഒരു 3-4 മണിക്കൂർ ഉറക്കം മതി. അവർ ചെറിയ പ്രായം മുതലേ അങ്ങനെ, കാരണം ആ 4 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാലും അവർ രാവിലെ ഭയങ്കര ഫ്രഷ് ആയിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും, നല്ല എനർജറ്റിക് ആയിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. അതേസമയം ഈ ലോങ് സ്ലീപ്പേഴ്സ് ഒരു 4 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് വിചാരിക്കും, അവർക്ക് രാവിലെ ഭയങ്കര ക്ഷീണമായിരിക്കും, ചവടായിരിക്കും, ഉറക്കം ശരിയായിട്ടില്ല എന്നുള്ള തോന്നലും അങ്ങനെ ഉണ്ടാകും. അങ്ങനെ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ എന്നിരുന്നാലും ആവറേജ് ആയിട്ടൊരു വ്യക്തിക്ക് 6-7 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. പിന്നെ ഉറക്കം നമ്മൾ കൃത്യമായിട്ട് നമുക്കത് വേണമെങ്കിൽ ഒരു സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞിട്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്തിട്ട് കഴിയുന്നത് ഉറക്കത്തിന് ഒരു ചിട്ടയോട് കൂടി കൊണ്ടുവരാൻ പറ്റും. അതായത് എന്നും നമ്മൾ ദിവസവും ഒരേ സമയത്ത് കിടക്കാൻ നോക്കുക. പിന്നെ ആ ഒരു കിടക്കുന്ന റൂം എന്ന് പറയുന്നത്, അവിടെ ഈ കിടക്കുന്ന റൂമിൽ ഇരുന്നിട്ട് മൊബൈൽ നോക്കുക, പുസ്തകം വായിക്കുക, പത്രം വായിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യുക. അത് ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ള ഒരു റൂമായിരിക്കും. അത് കുറച്ചും കൂടി അവിടെ കുറേ തുണികൾ തൂരിയിടുക, മറ്റൊന്നുമില്ല. അത് കഴിയുന്നതും ഒരു വൃത്തിയുള്ള, ഒരു അധികം ഡ്രസ്സും പുസ്തകങ്ങളോ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു റൂമായാലും കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പറഞ്ഞാൽ, കഴിയുന്നതും ഈ ഉറങ്ങുന്നത് ഒരു 10 മണിക്കാണെങ്കിൽ നമ്മൾ കിടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മിനിമം ഒരു 9 മണിക്ക് മുമ്പെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രായത്തിൽ നമ്മളെ ഭക്ഷണം ഒരിക്കലും വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് നിരവധി കല്യാണങ്ങളും മറ്റതൊക്കെ വൈകുന്നേരമായിരിക്കും. പക്ഷെ നമ്മളൊക്കെ അത് തത്വം മറന്ന് വയറ് നിറച്ചായിരിക്കും അത് കഴിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അത് ശ്രദ്ധിക്കും. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതെ നോക്കുക. മിനിമം 1 മണിക്കൂർ മുമ്പേ കഴിക്കണം. പിന്നെ ഉറക്കത്തിന് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാനം നമ്മുടെ ഈ സാധനമാണ്, ഈ മൊബൈലാണ്. ഈ മൊബൈലിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ ശരീരം, നമുക്ക് ഉറക്കം ഉണ്ടാക്കുന്നത് ഒരു മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഹോർമോണാണ്. അത് ആ ഹോർമോൺ ഉണ്ടെങ്കിലാണ് ഉറക്കം ഉണ്ടാവുക. ഈ ലൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഈ ഹോർമോണിന്റെ
ഉൽപാദനം കുറഞ്ഞ് ഉറക്കം കുറയും. അപ്പൊ അതും ശ്രദ്ധിക്കുക. ഒരിക്കലും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, 1 മണിക്കൂർ മുമ്പ് മൊബൈലും ഉപയോഗിക്കാൻ പാടില്ല, 1 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം. പിന്നെ പറയുന്ന പോലെ തന്നെ ദിവസവും ഒരേ സമയത്ത് തന്നെ കിടക്കണം. കിടന്ന് അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതേ രീതിയിൽ തന്നെ ആയിരിക്കും. പിന്നെ ചിലര് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ എണീക്കും, അതൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഡിപ്രഷൻ, ഞങ്ങൾ പറയും ഡിപ്രസീവ് ഡിസോർഡർ, ഡിപ്രഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ മനസ്സിന് ഭയങ്കര വ്യാകുലതകളും പ്രയാസങ്ങളും ചിന്തകളൊക്കെ അലട്ടിയിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടാകുന്ന ആൾക്കാർ, ഒരു ഡിപ്രഷൻ പോലെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ആദ്യം ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ ചിലപ്പോൾ ഒരു 2 മണിക്കോ 1 മണിക്കോ ഉറക്കം കിട്ടാതെ ഉറങ്ങാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഉത്കണ്ഠ കൂടിയിട്ട് ചിലപ്പോൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ചിന്തകൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി, വല്ല സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ മക്കളെ എന്തെങ്കിലും പ്രശ്നം, വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ, നമ്മളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഉറക്കം കിട്ടാൻ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വൈകും. അതൊക്കെ ആൻസൈറ്റി കൂടിയിട്ടാണ്. അതൊക്കെ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രീത്തിങ് ടെക്നിക്കും മറ്റേ ഇതും പ്രശ്നങ്ങളും പിന്നെ കഴിയുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് അതിനൊരു പരിഹാരം ഒന്ന് മനസ്സിലാക്കുക. എന്തു പ്രശ്നത്തിനും ഇന്നത്തെ കാലത്ത് പരിഹാരമുണ്ട്. ആ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കുക, അങ്ങനെയൊക്കെ അത് മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നു ഈ സ്ലീപ്പ് ഹൈജീൻ. പിന്നെ വ്യായാമം ഇതിന് നല്ലതാണ്. ഈ വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻസ് ഉണ്ടാകും. അതൊരു കെമിക്കലാണ്. നമ്മൾ കുറച്ച് നടക്ക് ഓട് ചാട് അല്ലെങ്കിൽ ഈ സ്വിമ്മിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഓൾറെഡി ഒരു എൻഡോർഫിൻ ചില ഹോർമോണുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ഉറക്കത്തിനെയും മനസ്സിൻ്റെ ഒരു സ്ട്രെസ്സും കുറയ്ക്കാൻ സഹായിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ചെറിയ നമ്മുടെ പ്രായത്തിനനുസരിച്ചും നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥയും നമ്മുടെ കാലുകളുടെ അവസ്ഥയും എല്ലാം നോക്കിയിട്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യായാമം പ്രാവർത്തികമാക്കുക. വ്യായാമം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് നടക്കുന്നതായിരിക്കും, നിങ്ങളെല്ലാവരും കൂടി ഒന്ന് കുറച്ച് ദൂരം നടന്നു വരുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്നതും ഈ സ്ലീപ്പ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. ഏറ്റവും പ്രധാന വില്ലനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ മൊബൈലാണ്. മൊബൈലിൻ്റെ ലൈറ്റ് നമ്മളെ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറച്ച്, അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ഞാൻ കാണുന്ന വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പല കുട്ടികളും ഞാൻ കണ്ടത് പറഞ്ഞാൽ 2 മണി 3 മണി 4 മണി വരെ ഇരുന്ന് മൊബൈലും മറ്റൊന്നും കഴിച്ച് ഇവർ കിടന്ന് രാവിലെ എണീക്കുന്ന 12 മണിക്ക്, ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി 12 മണിക്ക് കിടക്കുന്നൊരവസ്ഥ. അപ്പോൾ ഞാൻ വിചാരിച്ചത് കേരളത്തിൽ മാത്രമുള്ള അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഹിന്ദു ദിനപത്രത്തിൽ അമേരിക്കയിലുള്ള കുട്ടികളുടെയും ഈ സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഇതുപോലെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതൊരു മൊത്തം പുതിയ തലമുറ കുറേ അങ്ങനെ മാറ്റങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ രാത്രി 8 മണിക്ക് ശേഷം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളും നമ്മൾ കഴിയുന്നതും നമ്മളൊരു എപ്പോഴും പറയാറുണ്ട് ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയും. അതായത് നമ്മൾ വീട്ടിൽ ഇങ്ങനത്തെ ഇപ്പോൾ വീട്ടിൽ നമ്മളൊക്കെ വന്നിരുന്ന് ഓരോരുത്തരെ ഇപ്പം എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരും ഈ മൊബൈലിൽ റീലും നോക്കി കുറേ സമയം. അതായത് നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനോ ഒന്നിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമായിട്ടാണ് വരുന്നത്. ഈ മൊബൈലൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മളെന്തായിരുന്നു, എങ്ങനെയായിരുന്നു, വളരെ സന്തോഷമാണെങ്കിൽ എന്തായാലും എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കലും കുറച്ച് ചില കാര്യങ്ങൾ സംസാരിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയം ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. ആ സമയം നമ്മൾ വീണ്ടെടുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഈ ഗാഡ്ജറ്റ് ഫ്രീ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് സമയം നിങ്ങളുടെ കുടുംബാംഗങ്ങളുമൊത്ത് ഈ സംസാരിക്കാനൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് കുറച്ച് സമയം അതിനുവേണ്ടി കണ്ടെത്തണം. ഇപ്പോൾ പല അഡോളസൻ്റായ കുട്ടികൾക്കുണ്ടാവുന്ന റിലേഷൻഷിപ്പും അങ്ങനത്തെ പല പ്രശ്നങ്ങൾക്കും കാരണം ഇവർക്ക് ഒന്ന് തുറന്നു പറയാനുള്ളൊരു സാഹചര്യം. ഇവർ വന്ന് സംസാരിക്കുമ്പോൾ ഇവരെന്താ കാണുന്നത്, നമ്മളടക്കമുള്ള ആൾക്കാർ മുഴുവൻ മൊബൈലിൽ നോക്കിയിരിക്കുകയാണ്. അവർക്ക് പല കാര്യങ്ങളും അമ്മയോടോ അച്ഛനോടോ വാപ്പയോടോ ഉമ്മയോടോ സഹോദരൻ ഒന്നും പറയാൻ സമയം പറ്റുന്നില്ല. കാരണം അവർ വന്നു കഴിഞ്ഞാൽ അവർ ഇതിലാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ മാറിക്കിട്ടി കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, അവരുടെ സുഹൃത്തുക്കളുമായി നടന്ന കാര്യങ്ങൾ, അവരാരൊക്കെയാണ് സുഹൃത്തുക്കൾ, അവരുടെ കമ്പനി ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിയാനും അവർക്ക് ഉള്ളിറന്ന് സംസാരിക്കാനും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഞാൻ ഇന്ന് കാണുന്നത് ഞങ്ങളുടെ കുതിരവട്ടത്തൊക്കെ ഈ 17-നും 18-നും 19-നും വയസ്സിലുള്ള ധാരാളം കുട്ടികൾ മയക്കുമരുന്നിന് അടിമയായിട്ട് വരുന്ന ധാരാളം കുട്ടികളെ
അവിടെ ഞങ്ങൾ ചികിത്സയ്ക്ക് വിധേയമാക്കാറുണ്ട്. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ നോക്കുമ്പോൾ പല ഫാമിലിയിലും ഈ കുട്ടികൾക്ക് ഒന്ന് സംസാരിക്കാനുണ്ട്. പക്ഷെ കുട്ടികളും തന്നെ അവരും കൂടുതൽ സമയം ഇതിലേക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അപ്പോൾ അവർ അങ്ങനത്തെ ഒരു ബന്ധങ്ങൾ കാണുന്നില്ല. ആ ക്വാളിറ്റി ടൈം നിങ്ങൾ വീട്ടിൽ കൂട്ടിയെടുക്കണം. ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും തുറന്നു പറയാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്ന ഒരു സമയം കണ്ടെത്തണം എന്നാണ് പറയുന്നത്. മറവി, അത് ഏറ്റവും പ്രധാനമാണ്. മറവി, അതായത് നമുക്കറിയാം 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും നമ്മുടെ സെല്ലുകളൊക്കെ ഇങ്ങനെ ദ്രവിച്ച് മറവി വരും. നമ്മൾ പറയുന്ന മറവി രോഗമൊക്കെ നല്ല രീതിയിൽ കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ മറവി ഇതിന് നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഇപ്പോൾ സാറിൻ്റെ സുഹൃത്തിന് പറ്റുന്ന ഏറ്റവും നല്ലതാണ് ചില കാര്യങ്ങൾ ഒരു ബുക്കിലോ പേപ്പറിലോ ഒരു ചെറിയതിൽ എഴുതി വെച്ച് അത് ഇതാക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു എഴുതി വെക്കണ ശീലം, അതായത് നമ്മൾ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ്സോ നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിന് പോകേണ്ട കാര്യം അങ്ങനെ എന്തെങ്കിലും ഒരു റിമൈൻഡർ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മറവി എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നുള്ളത്. ഇപ്പോൾ ഡിമെൻഷ്യ കൂടുതലായിട്ട് ചിലപ്പോൾ ഫാമിലിയിൽ ഇപ്പോൾ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഡിമെൻഷ്യ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് മാറ്റിയെടുക്കാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യായാമത്തിലും ഭക്ഷണത്തിലുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വേറെ ദിവസം നമ്മൾ പത്രം വായിക്കണം. അതേപോലെ തന്നെ കഴിയുന്നത്ര കൂട്ടുകാരുമായിട്ട് സംസാരിക്കാൻ നോക്കണം, ഒന്ന് നടക്കാൻ പോകണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാറുണ്ടാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ഈ സുഡോക്ക് മാതിരിയൊക്കെ പത്രത്തിൽ കാണും. ഈ സുഡോക്ക് കുറേ കള്ളികളൊക്കെ വെച്ചിട്ട് അത് നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യത്തിൽ എന്തെങ്കിലും നമ്മളൊരു മൈൻഡിന് ഇങ്ങനെ ഒരു ആക്ഷൻ, ഒരു ശ്രദ്ധയും കുറച്ച് ചിന്തിച്ചിട്ട് ചെയ്യണ കാര്യങ്ങളിലേക്കൊക്കെ കുറച്ച് ശ്രദ്ധ. അതിൽ പുസ്തക വായന നല്ലതാണ്, പത്രം വായന നല്ലതാണ്, TV-യിലുള്ള ന്യൂസ് കേൾക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ കുറച്ച് ശ്രദ്ധ. പിന്നെ ഭക്ഷണത്തിലും വ്യായാമത്തിലും ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മളെങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മെമ്മറിയൊക്കെ കുറച്ച് മാറ്റിയെടുക്കാൻ പറ്റും. ഓൾറെഡി പിന്നെ കുറച്ചൊരു മെമ്മറി ഇമ്പയർമെൻ്റ് ഉള്ള ആൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് അദ്ദേഹം പ്രത്യേകമായിട്ട് നോക്കുക. കാരണം ഏത് വ്യക്തിക്ക് 50 വയസ്സ് കഴിഞ്ഞാൽ മറവി വരും. ഞങ്ങളത് പറയേണ്ടത് ഇപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം ചിലപ്പോൾ നമ്മൾ ഓർക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ഇതാക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു റിമൈൻഡർ ആക്കിയിട്ട് വെക്കുക തന്നെയാണ് ഏറ്റവും നല്ല കാര്യം.